നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. ചേലക്കര ഇളനാട് മേഖലയിൽ ജനജീവിതം ദുസ്സഹമാക്കുന്ന കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് ആവശ്യപ്പെട്ടു. എളനാട് തിരുമണി മുതൽ തോന്നൂർക്കര മണ്ണത്തിപ്പാറ വരെയുള്ള 29.5 കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് കാട്ടാനകളെ തടയാൻ ഒട്ടും പര്യാപ്തമല്ല എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം എളനാട് വെള്ളടി ഭാഗത്ത് കണ്ടത്. ഫെൻസിംഗ് പൂർണ്ണമായും തകർത്തുകൊണ്ടാണ് ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം എളനാട് വെള്ളടി പ്രദേശത്ത് കാട്ടാന തകർത്ത സോളാർ ഫെൻസിംഗിന്റെ ഭാഗം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ജനവാസ മേഖലയിൽ ഇന്നലെ രാത്രി 2 പ്രാവശ്യം കാട്ടാന ഇറങ്ങി വ്യാപകമായിട്ട് കൃഷി നശിപ്പിച്ചു. നമ്മൾ തുടക്കം മുതൽ തന്നെ പറയുന്നു, ഈ ആനകൾ വന്നിട്ടുള്ളത് പീച്ച് റിസർവിൽ നിന്നാണ്. ഇവിടെ എളനാട്, ചേലക്കര, മച്ചാട്, വാഴാനി മേഖലകളിൽ ജനവാസ മേഖലകളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തും ഇപ്പോൾ ഒരു സുരക്ഷിതത്വമില്ല. ഇവിടെ സർക്കാർ ചെയ്തിട്ടുള്ളത് ഇവിടെ സോളാർ ഫെൻസിങ് വളരെ ദുർബലമായിട്ടുള്ളൊരു സോളാർ ഫെൻസിങ് ആണ്. ഇത് ആനകളെ തടയാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ ഇന്നലെ ഇതിലേക്ക് മരം മറിച്ചിട്ടുകൊണ്ടാണ് ആന ഈ സോളാർ ഫെൻസിങ് തകർത്തിട്ടുള്ളത്. നമ്മളൊക്കെ പറയുന്ന ആന ബുദ്ധിശാലിയാണ് എന്ന്. അപ്പോൾ അത്തരം ബുദ്ധിശാലികളായ ആനകളെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് ആണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതല്ലാതെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തും അപകടത്തിലാക്കുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു പ്രതിരോധ സംവിധാനം മാറ്റി ആനകളെ കൃത്യമായി തന്നെ പീച്ച് റിസർവിലേക്ക് തുരത്തി ആ കുതിരാൻ തുരങ്കത്തിന് മുകളിൽ സോളാർ ഫെൻസിങ്, ആനയെ പ്രതിരോധിക്കുന്ന സോളാർ ഫെൻസിങ്ങോ അതല്ലെങ്കിൽ പഴയ റെയിൽ പാളം കൊണ്ടുള്ള പ്രതിരോധ മതിലോ തീർക്കണം എന്നാവശ്യപ്പെടുന്നു.